ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു അടിപൊളി യാത്ര ആയിരിക്കും കേട്ടോ. യാത്ര തുടങ്ങുന്നത് ഇവിടെയല്ല, യാത്ര തുടങ്ങുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെയാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിനെ പിക്ക് ചെയ്യണം. പുള്ളിനെ പിക്ക് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരും കൂടി സ്റ്റാർട്ട് ചെയ്യും ഇവിടുന്ന്. കൊച്ചി ടു സ്ഥിരം പോകുന്ന റൂട്ടല്ല, വേളാങ്കണ്ണിക്ക് പോകുന്ന സ്ഥിരം പോകുന്ന റൂട്ടല്ല. നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് കൊച്ചി ടു കോട്ടയം, കോട്ടയം ടു മുണ്ടക്കയത്തു നിന്ന് ഒരു ഫാമിലിനെ പിക്ക് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് കുമളി, കമ്പന്തേനി, അങ്ങനെ വേളാങ്കണ്ണിയാണ്. ഒരു അടിപൊളി യാത്ര ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് കയറുവാണ്. ഇവിടെ A7 എന്ന് പറയുന്ന പില്ലറിൻ്റെ അടുത്ത് നിൽക്കാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. സോറി, നോക്കാം. In this journey we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each side, each side. നല്ല കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. A7 കാണോ, നോക്കൂ ഗൈസ്, ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിനെ പിക്ക് ചെയ്തു. ഞങ്ങൾ വീട്ടിൽ സേഫായിട്ട് എത്തി. പ്രാർത്ഥിച്ചു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിത് ഇറങ്ങി. നമ്മൾ വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വണ്ടി കയറി. എല്ലാവന്മാരും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ്. ഇവിടെ പാല കഴിഞ്ഞ് പൊൻകുന്നത്തേക്ക് പോകുന്ന റൂട്ടിൽ ഒരു ചായക്കട, ചെറിയൊരു ചായക്കട. എല്ലാവരും കൂടി ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ ട്രൈയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ലേറ്റായി. മണി ഇപ്പോൾ 6:12 നമുക്ക് ഇനി ഇവിടെ നിന്ന് മുണ്ടക്കയം വരെ എത്തിയിട്ട് അവിടെ നിന്ന് 2 പേരെ കൂടി പിക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ സ്ട്രെയിറ്റ് വേളാങ്കണ്ണി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ AC-യുടെ എന്തോ ഫ്യൂസ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ കുറച്ച് നേരമായിട്ട് നിർത്തിയിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ റെഡിയാക്കി മുണ്ടക്കയത്തും ഫാമിലിനെയും കൂടി നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കുമളിയിലോട്ടാണ് ഇനി പോകുന്നത്. അതിനിടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാനായിട്ടൊരു സ്പേസ് കിട്ടിയാൽ നമുക്ക് അവിടെ നിർത്തണം. അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട്, ഡിന്നർ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് അവിടെ നിന്ന് യാത്ര ചെയ്യാം. ഈ യാത്രയിൽ ഇച്ചിരി പേടിച്ചൊരു സന്ദർഭമാണത്. ആ ഒരു ഫ്രണ്ടിൽ പോകുന്നത് ഒരു ഗ്യാസിൻ്റെ ലോറിയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് പോയതൊരു തടി ലോറിയാണ്. ഇവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ഡ്രൈവർ നല്ല എക്സ്പീരിയൻസുള്ളൊരു പുള്ളിയായിരുന്നു. പുള്ളി അവസരം നോക്കിയിട്ട് രണ്ടിനെയും നൈസായിട്ട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തു. ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോഴത്തേക്കും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ കൂടെ ഉണ്ടെങ്കിൽ തന്നെ പകുതി സമാധാനമാണ്. കാരണം യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ പലരും അല്ല, മിക്കവരും ഉറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ മസ്റ്റാണ്. Could've chosen anyone, but
നമ്മളിപ്പോൾ കുട്ടിക്കാനത്ത് വന്നേക്കുവാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയതാണ്. ഭക്ഷണം കഴിച്ച് മൂടൽമഞ്ഞ് നോക്കി ഭക്ഷണമൊക്കെ കഴിച്ചു, സെറ്റായി. കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തു. നല്ല കലക്കം മൂടൽമഞ്ഞ്. പകലായിരുന്നു ഈ ഒരു 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 ആംബിയൻസ് എങ്കിലും അടിപൊളിയായിരുന്നു. ഓക്കെ, ഞാൻ മറ്റു വ്യൂ. ഇതാണ് കുട്ടിക്കാനത്ത് ഇപ്പോൾ അവസ്ഥ. ആ കാണുന്ന സ്ക്രീനും ഞാനുമായിട്ട് കൂടി ഒന്നൊരു 30 മീറ്റർ അത്രേ ഉള്ളൂ. എനിക്കൊന്നും കാണാൻ പറ്റില്ല ആ സ്ക്രീനിൽ കിടക്കുന്ന കനത്ത കോടമഞ്ഞ്. അത് ഞങ്ങളുടെ വണ്ടി. കലക്കൻ ആംബിയൻസ്. അപ്പോൾ പോവാം. ഓക്കെ, നമ്മൾ വിടുവാണ്. ഞാൻ വണ്ടിയിലോട്ട് കയറുവാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് സെറ്റായി. പോവാം, പോട്ടെ. പിന്നെയുള്ള കുറച്ച് ദൂരം ഫുൾ കോടമഞ്ഞായിരുന്നു. അതായത് ഫ്രണ്ടിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കോടമഞ്ഞ്. ഇത് കണ്ടോ, ഓരോ വളവ് തിരിയുമ്പോഴും പേടിയാണ്. കുറച്ച് ദൂരം ഉണ്ടായല്ലോ കേട്ടോ. ഈ ഒരു കയറ്റം കഴിഞ്ഞപ്പോഴത്തേക്കും കോടമഞ്ഞ് മാറി. പിന്നെ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നമ്മളിപ്പോൾ കുമളി എത്തി. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ബോർഡറായി. രാത്രികാല യാത്ര ചെയ്യുന്നവർ ഒരുപാട് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പ്രദേശമൊക്കെ ഇപ്പോഴും ലൈവാണ്. ഇത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് പോലും കടകളെല്ലാം ഇവിടെ തുറന്നിട്ടുണ്ട്. ചിപ്സിൻ്റെ കടകൾ, ചായക്കടകൾ, പിന്നെ ഈവൻ ഡ്രസ്സിൻ്റെ കടകൾ വരെ ചില സ്ഥലത്ത് തുറന്ന് കാണുന്നുണ്ട്. Rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every seed's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass for the sky, as we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. നമ്മൾ ബോർഡർ എത്തി. നേരെ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ. ആ ചെക്ക് പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. Canvas unfolding so grand. In this journey, we're living unplanned. On this road, every scene's with the light. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. കുമളി കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചുരമെല്ലാം ഇറങ്ങി. ഇനി സ്ട്രെയിറ്റ് റോഡാണ് ഫുൾ അങ്ങോട്ട്. നമ്മളിനി നേരെ പോകുന്നത് കമ്പം തേനി ആ ഭാഗത്തേക്കാണ്. രാത്രി ആയതുകൊണ്ട് കമ്പം തേനി അവിടെ ഒന്നും കാണാനായിട്ട് ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് വേളാങ്കണ്ണിക്ക് പിടിക്കുവാണ്. വെളുപ്പിനാകുമ്പോഴത്തേക്കും വേളാങ്കണ്ണി എത്താമെന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മളവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങോട്ടാണ് യാത്ര. ഇനി ഇടയ്ക്ക് വല്ലയിടത്തും നമ്മളൊന്ന് ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട്, യാത്രാ ക്ഷീണം മാറ്റാനായിട്ട് ചായ കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തും. അതല്ലാതെ വേറെ ഹോൾട്ടൊന്നുമില്ല. നമ്മൾ നേരെ വേളാങ്കണ്ണിക്ക്.
ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അല്ല, അടുത്തൊരു മെയിനായിട്ടുള്ള സ്ഥലം പറയുന്നത് ദിണ്ടുകൽ. അത് കഴിഞ്ഞിട്ട് നേരെ തൃച്ചി, അത് കഴിഞ്ഞിട്ട് തഞ്ചാവൂർ റൂട്ട് കയറിയിട്ട് നേരെ വേളാങ്കണ്ണി. ഇതാണ് നമ്മളുടെ പ്ലാൻ റൂട്ട്. ഈ ഒരു റൂട്ടിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ടീ ബ്രേക്ക് എടുക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെയുള്ള സ്ഥലങ്ങൾ. കാരണം വാഷ്റൂം പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാം, ഒരു ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ റൂട്ടിലുണ്ട്. കാരണം സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന ഒരു റൂട്ടാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. മണിയിപ്പോൾ 12:30 ആയി. നമ്മൾ ദിണ്ടുകൽ എത്തിയിട്ടില്ല. ദിണ്ടുകൽ എത്താനായിട്ട് ഇനിയൊരു അരമണിക്കൂറിന് മേലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തുക. ദിണ്ടുകലടുത്ത് തേനിപ്പെട്ടി അങ്ങനെ എന്തൊരു സ്ഥലത്താണ് നിർത്തിയേക്കുന്നത്. എനിക്കിത് വായിക്കാൻ അറിയാൻ പോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ കോഫി ഷോപ്പിൻ്റെ പേര് സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് കോഫി ഷോപ്പിൻ്റെ പേര്. നാളെ മുടി പോകുന്ന രണ്ടാമത്തെ കാൻഡിഡേറ്റ്. മൂന്നാമത്തെ കാൻഡിഡേറ്റ്. ഇവൻ്റെ കാര്യം ഓർക്കുമ്പോഴേക്ക് സങ്കടം. നാലാമത്തെ തോളത്തേക്കുന്നത് എനിക്ക് നാലാമത്തവൻ. ഈ വേളാങ്കണ്ണി യാത്രയുടെ ഏറ്റവും പരമമായ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ 4 പിള്ളേരുടെയും തല മുട്ടയടിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ 2 ഇരട്ട കുട്ടികളുടെയും തല മുട്ടയടിക്കാനായിട്ടുള്ള യാത്രയാണ് ഈ വേളാങ്കണ്ണി യാത്ര. അതാണ് ഈ യാത്രേനെ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കുന്നത്. രാത്രി ഏതാണ്ട് 3 മണി സമയത്ത്, 3 മണിയല്ലേ അല്ല 2:15 സമയത്ത് ഡീസൽ അടിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പ് നിർത്തിയതാണ്. ഇപ്പോൾ കാണുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇവിടെ ഒരു പള്ളിയിലെ പെരുന്നാളാണ്. ആ പള്ളിയിലെ പെരുന്നാളിനെ രൂപം നാട് കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറേ നേരമായിട്ട് കുറച്ച് ഇവിടെ എങ്ങാണ്ട് അതിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ടോ. ഇനി കാണിക്കുന്നത് ഇവിടെ നിന്ന് ഏതാണ്ടൊരു 220 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. ഏതാണ്ടൊരു 3.5 മണിക്കൂറോളം എടുക്കും. നമ്മൾ പയ്യെ പോകുന്നുള്ളൂ. നമുക്ക് 7 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. നമ്മൾ പയ്യെ പോകുന്നുള്ളൂ. നാളെ മുട്ടയടിക്കണതാണ്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സർപ്രൈസുകളിലൊന്നാണ് ഈ കുഞ്ഞുമുട്ട. ഉറക്കുക. ട്രെയിനായിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിടത്തായിരുന്നു. പക്ഷേ നമുക്ക് വണ്ടി ആയതുകൊണ്ട് ട്രെയിനിൽ പോകുന്നതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്തത്, ട്രാവലർ യൂസ് ചെയ്തത്. സോ ഫാർ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. പിള്ളേരെല്ലാം ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ തൃച്ചിയിൽ നേരെ നാഗപട്ടണത്തിൽ നിന്ന് വേളാങ്കണ്ണി രാവിലെ ആണ്. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 6 മണിയോടായി. നമ്മൾ നാഗപട്ടണം എത്തിയിട്ടില്ല. നാഗപട്ടണം എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കറക്റ്റ് ടൈമാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മൾ വേളാങ്കണ്ണി എത്തും. ഒരു 7 മണിക്ക് മുൻപ് എന്തായാലും എത്തും. ഇനി വേളാങ്കണ്ണി എത്തിയിട്ട് കാണാം.
നമ്മളിപ്പോൾ നാഗപട്ടണം കഴിഞ്ഞു. നമ്മൾ ഇനി വേളാങ്കണ്ണിയിലോട്ടുള്ള വഴിയിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേളാങ്കണ്ണിയിലോട്ടാണ്. നമ്മളിപ്പോൾ വേളാങ്കണ്ണി എത്തി. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വേളാങ്കണ്ണിയിലെ പള്ളിവക ലോഡ്ജും റൂംസൊക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലം. നമ്മൾ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ്, അതായത് ബീച്ചിനടുത്തുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വഴിയിലേക്ക് തിരിയണം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. വേളാങ്കണ്ണിയിലെ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. നമ്മളിപ്പോൾ ട്രെയിൻ വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾ നാഗപട്ടണം സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പള്ളി വക റൂംസ് ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. വളരെ ചീപ്പ് റേറ്റിന് അവിടെ നിന്ന് നമുക്ക് റൂംസൊക്കെ കിട്ടും കേട്ടോ. നല്ല ക്ലീൻ റൂംസാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊരു ഹോട്ടൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അത് ആ ബീച്ചിനടുത്തായിട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ വഴികളാണ് ഇവിടെ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടാണ് വണ്ടി അങ്ങോട്ട് എടുക്കാനായിട്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് നമ്മൾ 7 മണി ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് എത്തിയത് കൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുമ്പിൽ കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, പീറ്റേഴ്സ് ഇൻ എന്ന് പറഞ്ഞിട്ട്. 2 വലിയ റൂംസും ഒരു നോർമൽ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. നമ്മളെ ലഗേജൊക്കെ ഇറക്കി ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്കിനി പള്ളിയിലേക്ക് പോകാം. സോ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പള്ളിയിൽ പോകുന്നതും തലമുട്ടയടിക്കുന്നതൊക്കെ അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.